ജിഹോക്കിനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെയിരിക്കെയാണ് ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ കാണിക്കുന്നത്. യൂറ ഇപ്പോൾ മിൻഹ്വാനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ജിഹോക്കിനെ എന്റെ അടുത്ത് നിന്നും ജിവോൺ തട്ടിയെടുത്തതാണെന്നൊക്കെ ആയിരുന്നു യൂറയും മിൻഹ്വാന്റെ അടുത്ത് പറയുന്നത്. ഇപ്പോൾ ജീവന്റെ അമ്മയോടൊക്കെ സംസാരിക്കുകയാണ് സൂമിനും. ജീവന്റെ അമ്മയും നന്നായിട്ട് ആക്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ടായിരുന്നു അവളുടെ അടുത്ത് നിന്ന് തോറ്റുപോയിട്ടുണ്ടായിരുന്നതെന്ന ഒരു അഭിപ്രായത്തിലാണ് സൂമിനും ഉള്ളത്. അങ്ങനെ സൂമിനും അമ്മനെ വഴക്ക് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു മിൻഹ്വാന്റെ ഫോൺ കോളും കൂടി അവൾക്ക് വരുന്നത്. മിൻഹ്വാനും ഇപ്പോൾ സുമിനെ കോൾ ചെയ്തിട്ട് എവിടെ നിന്നുമായിരുന്നു ചിഹുക്കിന്റെ ഫോട്ടോസ് ഒക്കെ നിനക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കവറിന്റെ ഫോട്ടോ ഒക്കെ സുമിന് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കുമാണ് ഇതെല്ലാം തന്നെ അയച്ചിട്ടുണ്ടായിരുന്നത് യൂറയാണെന്നുള്ള കാര്യമൊക്കെ മിൻഹ്വാനും മനസ്സിലാക്കുന്നത്. നിന്നെ ശരിക്കും ജൂൺ ചതിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് പണക്കാരനായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുവാനായിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ അവൾ ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ ജീവിതമൊക്കെ ഒറ്റ ദിവസം കൊണ്ടല്ലേ മാറി മറിഞ്ഞത്. അതുപോലെ നിങ്ങളുടെ ജീവിതവും മാറി മറിയുന്നതായിരിക്കും. മാത്രമല്ല, നീ അവളുടെ അടുത്ത് പ്രതികാരമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനും നല്ല രീതിയിൽ തന്നെ നിന്നെ കണ്ടോളാമെന്നൊക്കെ പറഞ്ഞ് യൂറയും പോകുന്നു. ലിഫ്റ്റിൽ നിന്നുകൊണ്ട് ഫോണിലൊക്കെ സംസാരിക്കുകയായിരുന്നു ജീവനും. ആ ഒരു ലിഫ്റ്റിലേക്കൊക്കെ മിൻഹ്വാൻ കയറി വന്നതിന് ശേഷം ലിഫ്റ്റൊക്കെ അടയുന്ന സമയത്ത് അവളുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. ജീഹുക്കാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഓണർ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടല്ലായിരുന്നോ നീ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ ആകട്ടെ എന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തി. ഓഫീസിലും എന്റെ വില മൊത്തത്തിൽ കളഞ്ഞു. ഇതിനെല്ലാത്തിനും പിന്നിൽ നീയല്ലായിരുന്നോ? അതിനുള്ള കാരണവും ജീഹുക്ക് അല്ലായിരുന്നോ എന്നൊക്കെയാണ് മിൻഹ്വാനും ചോദിക്കുന്നത്. പക്ഷെ അതൊക്കെ കണ്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന ജിയോണും അവനുടെ ഒരു ചവിട്ടൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നീയും സോമനും കൂടി ചേർന്ന് എന്നെ ചതിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ നീ ചെയ്ത തെറ്റുകളൊക്കെ എങ്ങനെയാണ് എന്റേതായി മാറുക എന്നൊക്കെ അവളും ചോദിക്കുന്നു. ജീഹോക്കിന്റെ ഫ്രണ്ട് കുറെ ചിക്കനൊക്കെ ആയിട്ട് ഇപ്പോൾ ജീവനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നേരത്തെ ജുഡോ ഒക്കെ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ജീഹോക്കൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവൾ വരുവാനായിട്ട് പോലും മടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനാകട്ടെ അവന്റെ കാർഡൊക്കെ കൊടുത്തതിന് ശേഷം നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വന്ന് ജുഡോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാമെന്ന് ജിഹോക്കും അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, ജിഹോക്കിനെ കുറെ അധികം പുകഴ്ത്തിയും സംസാരിക്കുന്നു. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നതെല്ലാം തന്നെ അവളെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന മിൻഹ്വാനും കാണുകയാണ്. അപ്പോഴാണ് ഇയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ അവനും ഓർക്കുന്നത്. ഒരു തവണ ജിയോന്റെ ഫ്ലാറ്റിലൊക്കെ എത്തിയ സമയത്താകട്ടെ ഇവൻ ആയിരുന്നല്ലോ മിൻഹ്വാനെ ഫ്ലാറ്റിൽ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, തന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന ആളുകളിൽ ഒരാളും അവൻ തന്നെയാണെന്നുള്ള കാര്യമൊക്കെ മിൻഹ്വാനും മനസ്സിലാക്കുകയാണ്. സോ മൊത്തത്തിൽ അവരുടെ ട്രാപ്പിലൊക്കെ താൻ വീണുപോയതാണെന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ടൊക്കെ മിൻഹ്വാനും ദേഷ്യം തോന്നുന്നു. അങ്ങനെ യൂറേനെ ചെന്ന് കാണുവാനായിട്ടൊക്കെ തീരുമാനിച്ചതിന് ശേഷം മിൻഹ്വാൻ എത്തി കഴിയുമ്പോഴത്തേക്കും യൂറയും സെക്രട്ടറിയും കൂടി ചേർന്നിട്ട് ബോക്സിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. യൂറയും അവനോട് ബോക്സിംഗ് ഒക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. ഒരു പെണ്ണിന്റെ അടുത്ത് മത്സരിക്കുവാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ആണെ വിജയിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസത്തിലൊക്കെ ബോക്സിംഗ് ഒക്കെ ചെയ്യുവാനായിട്ട് മിൻഹ്വാൻ കയറി കഴിയുമ്പോഴത്തേക്കുമായിരുന്നു മിൻഹ്വാൻ എതിരായിട്ട് വരുന്നത് യൂറയല്ല മറിച്ച് സെക്രട്ടറി ആണെന്നുള്ള കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. മിൻഹ്വാനെ ആകട്ടെ റൂളുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് തന്നെ ഒറ്റ ചവിട്ടിനൊക്കെയാണ് സെക്രട്ടറിയും താഴെയിടുന്നത്. ജിഹോക്കും ഇപ്പോൾ ജിയോണിന് വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് കുറച്ച് ബിൽഡിങ്ങും സ്ഥലവും ഒക്കെ അവളുടെ പേരിലാക്കി കൊടുത്തിരിക്കുകയാണ്. അവനിവിടെ ഇല്ലെങ്കിൽ പോലും അവൾക്കും ഒരു കുറവും ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നായിരുന്നു അവൻ വിചാരിക്കുന്നത്. യൂറയും ഇപ്പോൾ 80 ബില്യന്റെ സ്വത്തൊക്കെയാണ് അവളുടെ പേരിൽ ഉള്ളതെന്ന കാര്യമൊക്കെ മിൻഹ്വാനെയും അറിയിക്കുന്നു. മിൻഹ്വാന്റെ മുമ്പിലായിട്ട് ഒരുപാട് പണമൊക്കെ യൂറയും നിരത്തി വെക്കുകയാണ്. ആ ഒരു പണത്തിന്റെ 100 ഇരട്ടിയൊക്കെ നീ ജിയോണിനെ കൊല്ലുകയാണെങ്കിൽ നിനക്ക് ലഭിക്കുന്നതായിരിക്കുമെന്നാണ് അവൾ പറയുന്നത്. പണമൊക്കെ ആയിട്ട് മിൻഹ്വാൻ ഇപ്പോൾ വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ജിഹോക്കിന്റെ ഫോട്ടോസ് ഒക്കെ നിനക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ആളാകട്ടെ ജീവന്റെ അമ്മനെ വെച്ചിട്ട് ജീവന്റെ അടുത്തൊന്നും പണം തട്ടുവാനായിട്ടായിരുന്നില്ല അതൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. ജിഹോക്കാകട്ടെ ജീവന്റെ പേരിൽ 80 ബില്യന്റെ സ്വത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മിൻഹ്വാൻ പറയുമ്പോഴത്തേക്കും സോമിനും ആകെ ദേഷ്യം തോന്നുന്നു. എന്തായാലും അതും കൊണ്ട് നമുക്കാണ് ഗുണമുണ്ടായത്. ജിയോൺ മരിക്കുകയാണെങ്കിൽ അവളുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും ആ ഒരു സ്വത്ത് എല്ലാം തന്നെ കിട്ടുക എന്നൊക്കെ മിൻഹ്വാൻ പറയുമ്പോഴാകട്ടെ അങ്ങനെയാണെങ്കിൽ അവളുടെ അമ്മയ്ക്കല്ലേ അതൊക്കെ കിട്ടുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോമിനും ഇരിക്കുന്നു. സോമനും അച്ഛൻ മരിച്ചുപോയെന്നൊക്കെ ആയിരുന്നല്ലോ മിൻഹ്വാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാമെന്നൊക്കെ സോമിന്റെ അടുത്ത് മിൻഹ്വാനും പറയുന്നു. അങ്ങനെ ഇരിക്കാണ് സോമിന്റെ അച്ഛനെയൊക്കെ കാണിക്കുന്നത്. അച്ഛനും ഒരു കടയൊക്കെ നടത്തി വരികയാണ്. പക്ഷെ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നും പണമൊക്കെ കടമെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ വന്ന് കടയിൽ പ്രശ്നവും ഉണ്ടാക്കുന്നു. ആ ഒരു പ്രശ്നത്തിനൊക്കെ ശേഷം സോമിനെത്തി കഴിയുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ ജീവന്റെ അമ്മ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് സോമിന്റെ അച്ഛന്റെ കൂടെ ആയിരുന്നു എന്ന കാര്യമൊക്കെ കാണിക്കുന്നത്. യുഎൻകെ കമ്പനിയുടെ മൊത്തത്തിലുള്ള കൺട്രോളൊക്കെ ഇവർക്ക് തരുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ജിഹോക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ടൊന്നും തന്നെ ഇവർ തന്റെ പകയൊന്നും അവസാനിപ്പിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ചീഹുക്കും നീ ഓരോരുത്തരുടെ വീക്ക്നെസ് ഒക്കെ കണ്ടുപിടിച്ച് അയാളെ ടോർച്ചർ ചെയ്യാറുണ്ടല്ലോ. നീ ചെയ്യുന്ന ഇതേ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാനും അതൊക്കെ ചെയ്യുവാനായിട്ട് പോകുകയാണെന്നൊക്കെ അവൻ പറയുമ്പോഴാകട്ടെ നിന്റെ പ്രണയം ഉടനെ തന്നെ അവസാനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്റെ അടുത്തേക്ക് അപ്പോഴും നീ മടങ്ങി വന്നാലും മതിയെന്നൊക്കെ അവളും പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവനും മനസ്സിലാക്കുന്നു. യൂറയുടെ റൂമിലാകട്ടെ മിൻഹോൻ ഒളിച്ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. മിൻഹോനും ഓരോ കാര്യങ്ങളൊക്കെ യൂറയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്താണ് ഇപ്പോഴവൻ എത്തിയിട്ടുണ്ടായിരുന്നത് തന്നെ 4 ട്രില്യന്റെ അവകാശമൊക്കെ അവൾക്ക് നൽകുവാനായിട്ട് ഏറ്റിട്ടാണെന്നുള്ള കാര്യമൊക്കെ അവളും പറയുന്നത്. പക്ഷെ എത്രത്തോളം കൂടുതൽ പണമൊക്കെ ചീഹുക്ക് ജീവണിന് വേണ്ടിയിട്ട് കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നോ അത്രത്തോളം യൂറയ്ക്ക് ദേഷ്യവും കൂടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവനെ കൊല്ലുവാനായിട്ടൊക്കെയാണ് മിൻഹോന്റെ അടുത്ത് പറയുന്നത്. അവളെ കൊല്ലുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും അതൊന്നും തന്നെ നിനക്ക് ഒരു അപകടവും വരുത്തുന്നതായിരിക്കുകയില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. അവൾ ഇല്ലാതാക്കുകയാണെങ്കിൽ എനിക്കും എന്റെ ചിഹുക്കിനെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അവളും അവനെ കിസ് ചെയ്യുന്നു. സോമനും അച്ഛന്റെ കടങ്ങളൊക്കെ തീർക്കുവാനായിട്ട് 150 മില്യൺ ആണ് അച്ഛന്റെ കയ്യിൽ കൊടുക്കുന്നത്. എനിക്ക് ഒരു കാര്യമൊക്കെ നിങ്ങൾ ചെയ്തു തരേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനിയും പണം കിട്ടും. അഥവാ അത് ചെയ്യുവാനായിട്ട് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ വെച്ച് മരിക്കാമെന്നൊക്കെ സോമൻ പറയുമ്പോഴത്തേക്കും അച്ഛനും ആ ഒരു പണം എല്ലാം തന്നെ സ്വീകരിക്കുന്നു. സോമൻ കാര്യങ്ങളെല്ലാം തന്നെ നന്നായിട്ട് നടത്തിയെന്നൊക്കെ പറഞ്ഞ് മിൻഹ്വാനെയും കോൾ ചെയ്യുകയാണ്. മിൻഹ്വാനും എന്നാൽ ജീവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോഴാകട്ടെ ജീവന്റെ അച്ഛന്റെ ചരമവാർഷികമൊക്കെ അടുത്ത ആഴ്ച നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളും അച്ഛനെ കാണുവാനായിട്ട് പോകുമെന്നൊക്കെ സെക്രട്ടറി അറിയിക്കുമ്പോഴത്തേക്കും എന്നാൽ അന്ന് തന്നെ അവളെ നമുക്ക് കൊന്നു കളഞ്ഞേക്കാമെന്നാണ് യൂറയും പറയുന്നത്. ജീവനും അച്ഛനെയൊക്കെ കാണുവാനായിട്ട് പോയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ലേയും ചിഹുക്കിനെ കോൾ ചെയ്യുന്നത്. യൂറ ഇതുവരെയായിട്ടും ഒരു നീക്കവും നടത്തിയിട്ടില്ല. പക്ഷേ ജീവന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്താകട്ടെ അമ്മയും കള്ളപ്പേരിൽ ഒരു ട്രക്കൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ എന്തുകൊണ്ടായിരിക്കും അവരുടെ ഒറിജിനൽ പേരൊന്നും ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടാവുക? മാത്രമല്ല നീയും ജീവന്റെ പേരിൽ ഒരുപാട് സ്വത്തൊക്കെ എഴുതി കൊടുത്തതല്ലേ? ഒരു പക്ഷെ ജീവൻ മരിക്കുകയാണ് എങ്കിൽ ആ ഒരു സ്വത്തൊക്കെ അവളുടെ അമ്മയുടെ പേരിലേക്ക് ആയിരിക്കുകയില്ലേ മാറുന്നതെന്നൊക്കെ ആയിരുന്നു ലിയും ചോദിക്കുന്നത്. ലിയും ആ ഒരു ട്രക്കൊക്കെ ഏത് റൂട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന കാര്യം കൂടി ജിഹുക്കിനെ അറിയിക്കുന്നു. ജിഹുക്കും ജീവനെ കോൾ ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവളുടെ ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജീവൻ സേഫ് ആണോന്നൊക്കെ അറിയുവാനായിട്ട് ജിഹുക്കിന്റെ ഫ്രണ്ടും അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് അവന്റെ വണ്ടിയൊക്കെ ഡാമേജ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ജീവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോയെന്ന കാര്യമൊക്കെ ജിഹുക്കിന് അവൻ വിളിച്ചു പറയുന്നു. അങ്ങനെ ഇരിക്കെയാണ് ജിഹുക്കും വണ്ടിയിൽ അവളെ കാണുവാനായിട്ടൊക്കെ പോയിക്കൊണ്ടും ഇരിക്കുന്നത്. പിന്നീട് ജീവനെ വിളിച്ചിട്ട് കോളൊന്നും കിട്ടാതെ ആകുമ്പോഴത്തേക്കും അവനും ജീവന്റെ അടുത്ത് ഒരു വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ഞാൻ 2023 ഒരു കാർ ആക്സിഡന്റിലൊക്കെ മരിച്ചുപോയ ആളാണ്. പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും 2013 ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് നിന്നെ വീണ്ടും കണ്ടു. നിന്നെ ഹാപ്പി ആക്കി വെക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഏത് നിമിഷവും മരിച്ചു പോകുന്നതായിരിക്കും. ആ ഒരു പേടിയായിരുന്നു എന്നെ പിന്നോട്ടൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ നീയും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അവനും വോയിസ് ഒക്കെ അയക്കുന്നു. അങ്ങനെ ഇരിക്കെ സിഗ്നലൊക്കെ കണ്ട് ജീവനും വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വെള്ള ട്രക്കൊക്കെ അവളുടെ എതിരായിട്ടും വരുന്നത്. അതും വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നത് സുമിന്റെ അച്ഛനുമായിരുന്നു. ജീവനും ആകെ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും അതിനിടയിലായിട്ടൊക്കെ ജീഹുക്കും വണ്ടിയൊക്കെ കയറ്റുന്നു. ഞാനും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇത്രയും വേഗം എനിക്ക് മരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഈ ഒരു കാര്യമൊക്കെ ഞാൻ നേരത്തെ തന്നെ അറിയിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് പ്രതീക്ഷയൊന്നും നൽകുകയില്ലായിരുന്നു എന്നൊക്കെയാണ് അവനും പറയുന്നത്. അങ്ങനെ ഇരിക്കെ കൺമുമ്പിൽ വെച്ച് അവനും ആക്സിഡന്റ് ഒക്കെ പെട്ടു പോകുന്നത് അവളും കാണുന്നു. ജീഹോക്കിനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു അവളും ഫോണൊക്കെ ഒന്ന് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോണൊക്കെ ഓണായി കഴിയുമ്പോഴത്തേക്കും അവളും ജിഹുക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വോയിസ് ഒക്കെ കേൾക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.